ഇനിയിപ്പോൾ സുന്ദരിയായല്ലോ, അതുകൊണ്ട് വീഡിയോ ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഇന്ന് ഒരു മോർണിംഗ് റുട്ടീനാണ്. അപ്പം രാവിലത്തെ കുറച്ചു കാര്യങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. നേഴ്സായിട്ട് പോകുന്നതിലിടയ്ക്ക് ചോറും ചായ എല്ലാം റെഡി ആവണമല്ലോ. അപ്പം അതൊരു വീഡിയോ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പം രാവിലെ തന്നെ ഞാൻ ചോറിൻ്റെ വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ അടുപ്പിൽ ചായേൻ്റെ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ പാല് വാങ്ങിക്കാൻ, ആക്ച്വലി പാല് വേണമെന്ന് ചോദിച്ചപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞു. അത് വൈകുന്നേരത്തെ ചായക്ക് വരെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് കട്ടനാണ് അടിക്കുന്നത്. അപ്പം ഒരു കുറച്ച് പൊടിയിൽ നമ്മൾ കട്ടൻ എടുക്കുമ്പോൾ ഇടുള്ളൂ. പിന്നെ ഏലക്കായ് വേണമെന്നുണ്ട് ഇടാം. പക്ഷേ രാവിലെ തന്നെ ആയതുകൊണ്ട് അങ്ങനെ ഒരു ഫ്ലേവർ വേണ്ടാന്ന് വിചാരിച്ചിട്ട് നോർമൽ ഒരു കട്ടൻ ചായയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ചായ ആക്കുന്ന സമയം തന്നെ എനിക്ക് കുടിക്കാനുള്ള വെള്ളം ഞാൻ ആ കപ്പിലോട്ടേക്ക് ഒഴിച്ചു വെക്കും. എനിക്ക് രാവിലെ തന്നെ ഞാൻ ചൂടുവെള്ളം കുടിക്കുക. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ചായ കുടിക്കുന്നത് മാക്സിമം ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ കൊണ്ടുവന്ന അയില അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ തന്നെ വെള്ളത്തിലിട്ടിട്ടില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അലിയൂലല്ലോ. അപ്പം ഞാൻ ആ ചോറിൻ്റെ വെള്ളവും ഇതെല്ലാം വെച്ച സമയം തന്നെ ഞാൻ വിചാരിച്ചു വേഗം തന്നെ അതെടുത്തിട്ട് കട്ട പോക്കാൻ വേണ്ടിയിട്ട് വെക്കാമെന്ന് വെച്ചാൽ നല്ല കല്ല് പോലെ ഇരിക്കുന്നുണ്ടായിന്. അങ്ങനെ അതെടുത്തിട്ട് ചട്ടിയിലൊക്കെ ഇട്ടു. പിന്നെ ആ സഞ്ചി അപ്പം തന്നെ കഴുകി അവിടെ വെക്കും. മീനിൻ്റെ കർമ്മസേനക്കാർ അവർ വരുമ്പം കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മീനൊക്കെ വെള്ളത്തിലിട്ട് വെച്ചു. ഞാൻ വിചാരിച്ചപ്പാട് എന്നെ ചോറിൻ്റെ അരിയാടെ കഴുകിയേക്കാം. അപ്പോൾ കഴുകിയാലും കുറച്ച് സമയം അതിൽ നിന്ന് അവിടെ നിന്ന് കുതിർന്നുമ്പോൾ വെള്ളം ചൂടാകുന്ന സമയമാകുമ്പോൾ പിന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. അങ്ങനെ അരി വേഗം തന്നെ കഴുകാൻ വേണ്ടിയിട്ട് നിന്ന്. അപ്പോൾ രാവിലെ തന്നെ ആകുമ്പോൾ എന്തായാലും ഒരു തിരക്കായിരിക്കും കാര്യങ്ങളെല്ലാം. പോകുമ്പോഴത്തേക്കന്നെ എല്ലാം റെഡി ആവണ്ടേ. അപ്പോൾ വേഗം തന്നെ അരിയെല്ലാം കഴുകിയിടാൻ വേണ്ടി വെച്ചു. റേഷൻ അരിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളമെല്ലാം അടുപ്പത്ത് വെച്ചതിൻ്റെ അകത്തും കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് കഴുകുന്നുണ്ട്. അപ്പോൾ അരിയെല്ലാം കഴുകി അവിടെ വെച്ചതിന് ശേഷം ഞാൻ വിചാരിച്ച് മുടിയൊന്ന് മാറ്റി കെട്ടട്ടെ. അപ്പോൾ രാത്രി കിടക്കുന്ന സമയത്തേക്ക് ഞാൻ പീച്ചാമ്പാൽ പോലെ ആയില്ലേ മുടി. അപ്പോൾ ഇനിയെങ്കിലും കുറച്ച് നോക്കിയിട്ടില്ലെങ്കിൽ പണി പാളും എന്നുള്ള കാര്യം അറിയുന്നത് കൊണ്ട് തന്നെ രാത്രിക്ക് പിരിച്ചിട്ടിട്ട് കെട്ടും. അപ്പം രാവിലെ ആകുമ്പോഴത്തേക്ക് ഒന്നാമത് ഒരുമാതിരി കട്ടായതുകൊണ്ട് അവിടെ നിന്ന് ഇവിടുന്നെല്ലാം തൂങ്ങി കളിക്കുന്ന പോലെ ഉണ്ടാവും. ഞാൻ വിചാരിച്ചു അത് വേഗം ഒന്ന് മാറ്റിയിട്ട് കെട്ടട്ടെ വിചാരിച്ചു. രാവിലെ ഞാൻ എണീച്ചപ്പാട് തന്നെ ഈ കാര്യമാണ് ചെയ്യുക. എന്നിട്ടാണ് അടുക്കളയിലേക്ക് കയറല്. ഇന്ന് പിന്നെ വേഗം ചോറിൻ്റെ വെള്ളമെല്ലാം വെക്കാൻ വേണ്ടിയിട്ട് നേരെ തന്നെ അടുക്കളയിലേക്ക് കയറിയുകൊണ്ട് ഈ മുടി മാറ്റിക്കെട്ടൽ നടന്നിട്ടില്ല. അപ്പം ഞാനിപ്പോൾ മുടീൻ്റെ കൊഴിച്ചൽ മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പം ഇങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാവിലെ ആകുമ്പം കിടക്കാൻ പോകുന്ന സമയത്തേക്ക് നല്ലോണം മടഞ്ഞിട്ടിട്ട് പിരിച്ചിട്ടിട്ട് കെട്ടിയിട്ട് വെക്കും. എന്നിട്ട് രാവിലെ എണീറ്റ് അപ്പം തന്നെ അത് അയച്ച് മാറ്റിയിട്ട് പിന്നെ ഒന്നിക്ക കൊണ്ട കെട്ടും, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഒരു ബുഷ് വെച്ചിട്ട് അങ്ങനെ എന്താ പറയുക, കൊണ്ടയിൽ തന്നെ കെട്ടും. ബുഷ് വെച്ചിട്ട് ഒരു പോണി ടൈൽ പോലെ അങ്ങ് കെട്ടി വെക്കും. അങ്ങനെ ചോറിന് വെച്ച വെള്ളം ചൂടായിട്ടുണ്ട്. അപ്പം ഞാൻ വേഗം അരിയാടെ ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും ചോറാവലാണ് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള പണി എന്ന് പറയുന്നത് അല്ലേ. അതൊന്ന് വെന്ത് കിട്ടണമല്ലോ. അപ്പം ഫുൾ ടൈം ഞാൻ ഗ്യാസിൽ അങ്ങനെ തന്നെ വെക്കുന്നില്ല. ഇപ്പം ഞാൻ റൈസ് കുക്കറും ഞാൻ എടുക്കലില്ല. ഞാൻ ഏതൊരു വീഡിയോയിൽ പറഞ്ഞതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറ് ഇങ്ങനെ തന്നെ ഇട്ട് നല്ലോണം പതച്ചിട്ട് ഇനിയിപ്പോൾ ഇത് തുള്ളി പതക്കാൻ വേണ്ടിയിട്ട് തന്നെ വെക്കും. ഇന്നിപ്പോൾ പുതിയ റേഷൻ അരി കിട്ടിയതിൽ പുതിയ അരിയാണ്. അപ്പോൾ എത്രത്തോളം വേവുണ്ടെന്നൊന്നും വലിയ ധാരണയില്ല. അപ്പം ആദ്യം തന്നെ നന്നായിട്ട് അരി കഴുകി ഇതാക്കിയതിന് ശേഷം കുറച്ച് തുള്ളി പതക്കം തന്നെ ചെയ്യണം. അങ്ങനെ വേവിച്ചിട്ട് പിന്നെ മൂടി ഓഫ് ചെയ്യാന്ന്, മൂടി ഇട്ടിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാന്ന് ചെയ്യുന്നത്. അപ്പം പിന്നെ ഇന്ന് ഗോതമ്പിൻ്റെ പുട്ടുണ്ടാക്കാന്ന് വെച്ചു. ഗോതമ്പിൻ്റെ പുട്ടിൻ്റെ പൊടി തന്നെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് കേട്ടോ. എനിക്കറിയുന്നുണ്ടായില്ല, പൊന്നു ഇങ്ങനെ പറഞ്ഞുതരാണ് ഗോതമ്പിൻ്റെ പുട്ടിൻ്റെ പൊടി. ഞാൻ ചോളപ്പുട്ട് നമ്മൾ മറ്റേ റാഗി അങ്ങനത്തെ എല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ ഗോതമ്പിൻ്റെ പുട്ടുപൊടി ഉണ്ടായിട്ടുണ്ടാവും, ഞാൻ ശ്രദ്ധിക്കായിട്ടായിരിക്കും. ഞാൻ പിന്നെ ഒരിക്കൽ പോകുന്ന സമയത്ത് ഞാനങ്ങനെ ഗോതമ്പിൻ്റെ പുട്ടുപൊടി കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിച്ചു. കാരണം നമ്മൾ മറ്റേ ഗോതമ്പിൻ്റെ പൊടീനെ കൊണ്ട് തന്നെയല്ലേ ഞാൻ സാധാരണ പുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ കിട്ടിയപ്പം കുഴപ്പമില്ല. പക്ഷെ എനിക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. എന്തോ ഒരു മാതിരി ചൊവ, എന്താണെന്ന് പറയാന്ന് വെച്ചാൽ ഒരു എന്തോ ഒരു ഫ്ലേവർ ആഡ് ചെയ്ത പോലെ തോന്നും. മറ്റേ ഏലക്കായോ അങ്ങനെ എന്തിൻ്റെ ഒരു ഫ്ലേവേർഡായിട്ടുള്ളൊരു പൊടിയായിട്ട് തോന്നും.
കുഴപ്പമില്ല, കഴിക്കാം എന്നുള്ളൊരു ഇതേ ഉള്ളൂ. നല്ലൊരു ടേസ്റ്റുള്ള പുട്ടൊന്നുമല്ല. അങ്ങനെ അപ്പോൾ ഗോതമ്പിൻ്റെ പുട്ടുപൊടി ഞാൻ വെച്ചാൽ ആ ഗ്യാപ്പിൽ ഗോതമ്പിൻ്റെ പുട്ടുപൊടിയും കൂടി കുഴച്ചട വെക്കട്ടെ എന്നുള്ളത്. ഇതേപോലെ തുള്ളി പതുക്കുന്ന രീതിയിൽ അരി തിളക്കുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മൂടിയിട്ടിട്ട് പിന്നെ അതങ്ങനെ തന്നെ മാറ്റി വെക്കുക. ഒന്നിക്കുക ഗ്യാസിൻ്റെ പുറത്ത് തന്നെ നിൽക്കുക. ഗ്യാസ് വേറെന്തെങ്കിലും ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ മാറ്റി വെക്കുക. അങ്ങനെ അപ്പോൾ പിന്നെ എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ സാധാരണ അടുപ്പിൽ വെക്കുന്ന സമയത്ത് വെന്തിനോ നോക്കുമല്ലോ, അങ്ങനെ വെന്തിനോ നോക്കുക. റേഷനരിയിലാണ് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നതായിരിക്കും നല്ലത്, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ. അങ്ങനെ അപ്പം നാശൻ എനിക്ക് മീൻ കറിക്കുള്ളതും പുട്ടിനേക്കുള്ള എല്ലാം തേങ്ങ ചിരണ്ടി തന്ന്. അത് നാശൻ്റെ കുത്തകയാണ്, ഞാൻ ചെയ്യലേ ഇല്ല. നാശനെ കൊണ്ട് തന്നെയാണ് അത് മാക്സിമം ചെയ്യിക്കുന്നത്. അപ്പോൾ അതിലിടയ്ക്ക് ഞാൻ അപ്പോഴത്തേക്ക് അയിലെല്ലാം ഫ്രീസ് മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് അയിലെല്ലാം മുറിച്ചിട്ട് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇന്ന് തലയും കൂടി എടുക്കുന്നുണ്ട്. അപ്പം തലയിടുമ്പോൾ മീനിൻ്റെ കറിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ വിചാരിച്ചു 3 മീൻ എടുത്തത്, 2 പൊരിക്കാനും എടുക്കുക, 1 കറി വെക്കാനും എടുക്കുക. ആ കറി വെക്കുന്നതിൻ്റെ അകത്ത് ഈ തലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ പൊതുവേ കറിയിലെ കഷ്ണമൊന്നും ആരും കഴിക്കുന്നില്ല. അപ്പം തലയും കൂടി ഇടുമ്പം കുറച്ചും കൂടി കൊഴുപ്പും കിട്ടും, കറിക്ക് നല്ല ടേസ്റ്റും കിട്ടുമല്ലോ. അങ്ങനെ മീനെല്ലാം വേഗം വൃത്തിയാക്കി പിന്നെ മുറിച്ച് വൃത്തിയാക്കി അതിൻ്റെ തലയും കാര്യങ്ങളെല്ലാം എടുത്ത് ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ എൻ്റെ മീനെല്ലാം മുറിച്ച് വന്ന് അപ്പം പൊരിക്കുന്നതിൽ എന്തായാലും നമുക്ക് വരയിടണമല്ലോ. അപ്പം വരയിടാൻ വേണ്ടി എൻ്റെ കത്തിക്ക് മൂർച്ചം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തനേഷനോട് അത് റെഡിയാക്കി തരാൻ വേണ്ടി പറയണം. അങ്ങനെ മീനെല്ലാം വരയിട്ട് വെച്ച്, മീനിലേക്ക് ശരിക്കും വരയിടുമ്പോൾ ആണ് നല്ലോണം മസാല പിടിക്കുള്ളൂ. ശരിക്കും നല്ല മസാല തന്നെ നമ്മളാക്കി കഴിഞ്ഞാൽ നമ്മൾ പൊരിച്ച് നല്ല ടേസ്റ്റ് കിട്ടും. ഏത് പൊരിച്ചാലാണെങ്കിലും ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കുറച്ച് കരിയാപ്പിലൊക്കെ ഇട്ടിട്ട് ചെറിയ ഉള്ളിയല്ലോ അല്ലേ, ചെറിയ ഉള്ളിയും പെരിഞ്ചീരകമൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നതാണെങ്കിൽ അതിൻ്റെ ഒരു മസാല ഉണ്ടാക്കുമ്പോൾ മീൻ പിന്നെ എന്താ പറയുക പൊരിച്ചതിനെല്ലാം ഭയങ്കര ഫ്ലേവേർഡ് ആയിരിക്കും കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ പിന്നെ എന്താ പറയുക സീ ഫുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ അവരവിടെ ചെയ്യുന്നത് ഇങ്ങനെയുള്ള കുറേ മസാല, പിന്നെ അവരുടേതായ സ്പെഷ്യൽ കൂട്ടുകൾ ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ ഞാൻ രാവിലത്തെ മെനക്കേടിന് അങ്ങനത്തെ ഒന്നും എന്നെ പേസ്റ്റ് ഉണ്ടാക്കി വെക്കണം. നമ്മൾ ഫ്രിഡ്ജാണെങ്കിൽ ജാപം കാലത്തുള്ളതായതുകൊണ്ട് ചിലപ്പോൾ നമ്മളോട് ഒരു വൈരാഗ്യത്തിന് പണി മുടക്കി തുടങ്ങിയിട്ടുണ്ട്. ചിലപ്പോൾ നല്ല തണുപ്പായിരിക്കും, ചിലപ്പം തണുപ്പേ ഉണ്ടാവില്ലാത്ത അവസ്ഥ. അപ്പോൾ ഞാൻ എന്തുണ്ടെങ്കിലും ഇപ്പോൾ ആ കുട്ടി ഫ്രീസറിൻ്റെ ഉള്ളിലാണ് കയറ്റിക്കുന്നത്. പാല് പോലും ഫ്രീസറിൻ്റെ ഉള്ളിലാണ് വെക്കുക. കാരണം എപ്പോഴാണ് പിന്നെ ഈ ഒരു സാധനം പണി കിട്ടുക എന്നുള്ളത്. എത്രയോ പ്രാവശ്യം അങ്ങനെ പാലെല്ലാം വടക്കായിട്ട് മറിക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ പിന്നെ സമയം നോക്കിയിട്ട് അത് ഫ്രിഡ്ജ് മാറ്റണം. അപ്പം കുറച്ചുകൂടി ഓടട്ടെ ചോദിച്ചാൽ കംപ്ലൈൻറ്റ് ഉണ്ട് ചോദിച്ചാൽ ഉണ്ട്, എന്നാൽ ഇല്ലയെന്ന് ചോദിച്ചാൽ ഇല്ല. ചിലപ്പം കറണ്ട് ബില്ല് കുറച്ച് കൂടുതലായിട്ട് എടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യം സംശയം ഉണ്ടാവും. അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നും വലുതായിട്ട് കാണിക്കുന്നില്ല. അപ്പം ഈ പറയുന്നതിൻ്റെ നടുക്ക് എൻ്റെ മീനൊക്കെ പെരക്കി വെച്ചു, മുളകും മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ട് അല്ല സാധാരണ പെരക്കി വെച്ചു. അപ്പം പെട്ടെന്ന് തന്നെ പൊരിക്കാനുള്ളത് കുറേ സമയമൊന്നും വെക്കാനുള്ള സമയമില്ല. പെരക്കി വെച്ചിട്ട് കുറച്ച് സമയം വെച്ചാലല്ലേ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ അത് വെക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ പിന്നെ എന്താ പറയുക മീൻ വെക്കാനും പൊരിക്കാനുള്ള കല്ലടുപ്പത്തേക്ക് വെച്ചു. വേഗം തന്നെ മീൻ ഇതാക്കി. ആ മീൻ ഇട്ടതിന് ശേഷമല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നീക്കിക്കഴിഞ്ഞാൽ ആ മീൻ അതിലേക്ക് ഒട്ടൂല. തോല് ഒട്ടിയിട്ട് ചിലപ്പോൾ മറിച്ചിടുമ്പോൾ നമുക്ക് കിട്ടാതെ പോലെ ഉണ്ടാവില്ലേ. അപ്പം ആ മീൻ ഒരിക്കൽ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ജസ്റ്റ് ഒന്ന് നീക്കിക്കഴിഞ്ഞാൽ പൊടിയാണ്ട് നമുക്ക് മീൻ കിട്ടും. അപ്പോൾ ഇച്ചിരിയും കൂടി വെളിച്ചെണ്ണ വേണമെന്ന് തോന്നിയിട്ട് ഞാൻ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ മീൻ കറിക്കുള്ള തേങ്ങ അരക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇല്ലേ ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ ഒരു മീൻ കറി നമ്മളെ നാട്ടിൻ്റെ മീൻ കറിയായിട്ട് കുറേ വ്യത്യാസമുണ്ട്. അപ്പോൾ എന്താ പറയുക ഇവർക്ക് കുടംപുളിയാണ് ഇവിടെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്ക് വാളംപുളി തന്നെയല്ലേ വേണ്ടത്. പക്ഷേ കുടംപുളി എനിക്ക് ഈ തേങ്ങ അരച്ച കറിയിലെല്ലാം ഇടുമ്പോൾ ഒരു കൊഴുപ്പ് കിട്ടാതെ പോലെ ഒരു ഫീലുണ്ട്. ഞാനങ്ങനെ കുടംപുളി മീൻ കറിയിൽ എടുക്കലില്ല, മീൻസ് തേങ്ങ അരച്ചതിൽ എടുക്കലില്ല. പുളിയും മുളകും ഇടുമ്പോഴാണ് കുടംപുളി എടുക്കുക. നല്ല കൊഴുത്ത് മസാല ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് നല്ല എന്താ പറയുക പുളിയും മുളകും കിട്ടും. പക്ഷെ എന്നാലും എൻ്റെ ഒരു തൃപ്തിക്ക് വാളംപുളി കുറച്ചുകൂടി ഒഴിക്കും. കാരണം വാളംപുളി ഒഴിച്ചാലേ കട്ടിയാവുള്ളൂ എന്നൊരു തോന്നലാണ് എൻ്റെത്. അത് അറിയില്ല എന്താണെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ജീരകം കുറച്ച് ഒരു 3-4-5 മണി എന്ന് തന്നെ പറയാം അത്രയും ഉലുവ എടുത്തിട്ട്
അരക്കുക. ചില സമയത്ത് ഞാൻ ചെറിയ ഉള്ളി 1-2 മാക്സിമം, വലുതാണെങ്കിൽ ചെറിയ ഉള്ളിൻ്റെ സൈസ് വലുതാണെങ്കിൽ ഒരു ചെറിയ ഉള്ളി ഇടും. പിന്നെ ചിലപ്പോൾ ഇഞ്ചി ഒരു പീസും കൂടി ഇടും. അന്നേരം പിന്നെ ഈ അരച്ചതിൻ്റെ അകത്തേക്ക് ഇടാണ്ട് ഇതിൽ തേങ്ങേൻ്റെ അരവിലിടും. മറ്റേ കറിയിൽ നമ്മൾ പച്ചമുളക് ഇഞ്ചിയെല്ലാം മുറിച്ചിട്ടില്ല, അന്നേരം അതിൻ്റെ അകത്തേക്ക് ഇഞ്ചി ഇടൂല. അങ്ങനെയാണ് ചിലപ്പോൾ ഞാൻ ഉണ്ടാക്കൽ. ഇന്ന് പക്ഷേങ്കിൽ വെറും ഉലുവയും ജീരകവും മാത്രം. ഉലുവ ഇടുമ്പോൾ ശരിക്കും മീൻ കറീൻ്റെ ഒരു ടേസ്റ്റും ആ ഒരു മണം എല്ലാം മാറിക്കിട്ടും, നല്ല ടേസ്റ്റായിരിക്കും. പിന്നെ ഞാൻ മീൻ കറി എങ്ങനെ ഉണ്ടാക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പുളിമുളക് ഇടൂലേ, ഒരു ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുളിമുളക് തന്നെ കുറച്ച് കൂടുതൽ, ഈ കേരയും ചൂരയൊക്കെ കിട്ടില്ലേ, ഇവിടെ കേര ചൂര നമ്മളെ നാട്ടിലെന്ന് അമ്മ പറയുക, ആ സാധനമെല്ലാം കിട്ടുമ്പം പിന്നെ അതിനെ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കുടംപുളിയെല്ലാം ഇട്ടിട്ട് നല്ല അടിപൊളി മീൻ കറി ഉണ്ടാക്കി വെക്കും. എന്നിട്ട് ഒരു ദിവസം അത് പുളിമുളകായിട്ട് തന്നെ ഓടും. എന്നിട്ട് പിറ്റേ ദിവസം ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നിക്കൽ തേങ്ങാപ്പാൽ, തേങ്ങ ചിരണ്ടിയിട്ടല്ലാണ്ടുള്ള മറ്റേ പാലില്ലേ, പൊടി വാങ്ങിച്ച് നമ്മൾ മിക്സ് ചെയ്യുന്ന പാൽ ഉപയോഗിച്ചിട്ട് ആ പാൽ കലക്കിയിട്ട് ഈ കറീൻ്റെ അകത്തേക്ക് ഒഴിക്കും. അല്ലെങ്കിൽ പച്ച തേങ്ങ നല്ല പോലെ അരച്ചിട്ട് അങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുക്കും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഹോട്ടലിൽ നിന്നെല്ലാം കിട്ടുന്ന ആ ഒരു പിന്നെ നല്ല പുളിയുള്ളൊരു മീൻ കറി ഉണ്ടാവില്ലേ, കുടംപുളീൻ്റെ ആ ഒരു സ്മെല്ലും ആ ഒരു ടേസ്റ്റും ഒക്കെ വരുന്ന രീതിക്കുള്ള മീൻ കറിയില്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ചെയ്യുമ്പോൾ. അത് എപ്പോഴെങ്കിലും ഞാൻ അങ്ങനെ ഒരു ചെയ്യുമ്പോൾ കേരയോ ചൂര, അതെല്ലാം കേര ചൂരയെല്ലാം കിട്ടുമ്പോൾ കുറച്ചും കൂടി രസം ഉണ്ടാവും ആ മീൻ കറിക്ക്. ചൂരയെല്ലാം വാങ്ങിക്കലുണ്ട്, പക്ഷേ ഇടയ്ക്കേ വാങ്ങിക്കലുള്ളൂ. അതും നല്ല ഫ്രഷ് ആയിട്ടുള്ളതും കിട്ടണം. അല്ലെങ്കിൽ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ മീനാകുമ്പോൾ ഇവരിങ്ങനെ കട്ട് ചെയ്ത് വെക്കുമ്പോൾ തന്നെ നമുക്കൊരു ഒക്കാത പോലെ, ഒരു ചോരയും ഉണ്ടാവില്ല, ഒരു പശയും ഉണ്ടാവില്ല, അതുപോലത്തെ ഒരു കാണുമ്പോൾ തന്നെ നമുക്കൊരു എന്ന് തോന്നുന്നൊരു സംഭവമായിരിക്കും. അപ്പോൾ എൻ്റെ മീൻ കറീൻ്റെ സംഭവമെല്ലാം അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് കണ്ട എൻ്റെ ചോറ് ഇന്ന് വേഗം റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ റേഷൻ അരി ഇത് പെട്ടെന്ന് തന്നെ വേവുന്ന അരിയാണ്. ഞാൻ വേഗം തന്നെ അത് വാർക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി നോക്കുന്നതാണ്. നല്ലോണം വെന്ത് പോയി എന്നൊരു സംശയം ഉണ്ടായിന്. പക്ഷേങ്കിൽ അതിൽ പച്ചവെള്ളം ഒഴിച്ചിട്ട് വേവിച്ച് കഴിഞ്ഞാൽ, പച്ചവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പിന്നെ ഒന്നും കൂടി ഊറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് മരയിക്കും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാനങ്ങനെ ചെയ്യലുമുണ്ട്. അപ്പം ശരിക്കും ഒരു മരയിക്കുന്നത് പോലെ തന്നെ തോന്നും. ആദ്യം ചോറിൻ്റെ വെള്ളം വാർത്തതിന് ശേഷം ആ ചോറിലേക്ക് തന്നെ നമ്മൾ സാധാരണ പച്ചവെള്ളം എടുത്തിട്ട് ചോറിൻ്റെ പാത്രത്തിലോട്ടേക്ക് ഒഴിക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ആ വെള്ളം അരിച്ചിട്ട് സാധാരണ പോലെ വാർക്കുക. അങ്ങനെ വാർത്താൽ കുറച്ച് ചീഞ്ഞു പോയ സംഭവങ്ങളെല്ലാം ഇതും. പിന്നെ റേഷൻ അരിയൊക്കെ ശരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ വേവുന്ന റേഷൻ അരി ഉണ്ടാവില്ലേ, അരി പെട്ടെന്ന് വേവുന്ന ചോറുണ്ടാവില്ലേ, അത് ഇങ്ങനെ ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. അപ്പം നമുക്ക് വിട്ട് തന്നെ ചോറും കുഴഞ്ഞ പോലെ തോന്നില്ല. ഇങ്ങനെയൊക്കെയാണ് ഓരോരോ ചെറിയ ചെറിയ ട്രിക്കുകളൊക്കെ. ഇതൊക്കെ അമ്മ ചെയ്യുന്ന കണ്ടിട്ട് തന്നെ പഠിച്ചതാണ് കേട്ടോ. അതെന്ത് നമ്മളിപ്പം ചോദിക്കൂലേ, നമ്മൾ ആ ഒരു സമയത്ത് നമുക്ക് ഈ കുക്കിങ്ങിൽ ഒരു ഇൻട്രസ്റ്റ് വരുന്ന സമയം ആരെന്ത് ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കില്ല, നിങ്ങളെന്നാ അതിൻ്റെ അകത്തേക്ക് ഇട്ടത്, അത് ഇട്ടാൽ എന്നാ ഉണ്ടാവുക, ഞാനങ്ങനെ ചോദിക്കലുണ്ട് കേട്ടോ. പക്ഷെ അത് സത്യം പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഭക്ഷണം ഉണ്ടാക്കാൻ തന്നെ പഠിച്ചത്. പക്ഷേ എൻ്റെ അമ്മമ്മയാണ് ഇതെല്ലാം പഠിപ്പിച്ചു തന്നത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളെല്ലാം അമ്മേനോട് തന്നെ ചോദിച്ച് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുവാൻ. ഈ ചോറിൻ്റെ കാര്യങ്ങളെല്ലാം അമ്മേനോട് ചോദിച്ചിട്ടാണ് മനസ്സിലായത്. ആഷൻ്റെ അമ്മമ്മയാണ് കറികളെല്ലാം, മീൻ കറിയെല്ലാം ധന്യെല്ലാം നല്ലോണം പഠിപ്പിച്ചു തന്നത്. മീൻ കറി ബിരിയാണി വെക്കുന്നതെല്ലാം അമ്മമ്മ നന്നായിട്ട് ബിരിയാണിയെല്ലാം വെക്കും. അതെല്ലാം നോക്കിയിട്ടാണ് ഞാൻ പിന്നെ ബിരിയാണിയെല്ലാം പഠിച്ചത്. പിന്നെ ധന്യേൻ്റെ കല്യാണത്തിൻ്റെ റിംഗ് എക്സ്ചേഞ്ചിൻ്റെ സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു 10-50 ആൾക്ക് മേലെയുള്ള ഫുഡ് അമ്മമ്മ തന്നെ ഉണ്ടാക്കിയത്. നമ്മൾ തലേദിവസം എല്ലാം പച്ചക്കറി ബിരിയാണി ആയിരുന്നു. പച്ചക്കറി ബിരിയാണിയെല്ലാം പച്ചക്കറിയെല്ലാം കംപ്ലീറ്റ് മുറിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ എണീറ്റിട്ട് എല്ലാം ഒരൊറ്റക്കാണ് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് കുക്കിങ്ങിലൊരു ഇൻട്രസ്റ്റ് വന്നൊരു സമയം. അതുകൊണ്ട് അമ്മമ്മയാണെങ്കിലും കുഞ്ഞമ്മയാണെങ്കിലും എല്ലാം ഇവർ ചെയ്യുന്നതൊക്കെ ഞാൻ നോക്കി കണ്ട് പഠിച്ചിട്ടുണ്ട്. കുഞ്ഞമ്മ നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കും. കുഞ്ഞമ്മേൻ്റെ ഒരു കാപ്പിയെല്ലാം ഉണ്ട്, ബ്രൂ കോഫിയൊക്കെ, അത് ഭയങ്കര ടേസ്റ്റ്. അവർ കുറേ കാലം ചെന്നൈയിലായിരുന്നു. അപ്പോൾ ആ ഒരു തമിഴ് സ്റ്റൈലാണ് കാപ്പിക്കൊക്കെ വരിക. പാൽപ്പൊടിയാണെന്ന് ഉപയോഗിക്കുക, പാലുമല്ല. പക്ഷേങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് അത്. ചില സമയത്തൊക്കെ ഞാനിങ്ങനെ വിചാരിക്കും, ആ ഒരു കാപ്പി ഞാനൊന്നും വെച്ചാൽ കൊന്നാലും ആ ടേസ്റ്റ് ഉണ്ടാവില്ല. ഞാൻ ആ സമയത്ത് നോക്കിയാലും എനിക്ക് ആ ടേസ്റ്റൊന്നും കിട്ടലില്ല. അപ്പം കഥ പറഞ്ഞിട്ട് വേറെ എവിടെ എത്തിപ്പോൾ ഞാൻ കഥ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ മീൻ പൊരിച്ചത് ഏകദേശം റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ പിന്നെ വേഗം പെട്ടെന്ന് ഇനിയിപ്പം എല്ലാം ചറ പറ ചെയ്യേണ്ട സമയം. അപ്പം വേഗം തന്നെ പുട്ട് നിറച്ച് എല്ലാം റെഡിയാക്കി വെച്ച്. ഇപ്പം പാറു മുടി കെട്ടാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഒക്കെ 2 ഭാഗം തന്നെ കെട്ടണമല്ലോ, അപ്പോൾ അത് കെട്ടി കൊടുക്കുന്നതാണ്. പിന്നെ ഇവിടെ 24/7 എന്ന് പറയുന്ന പോലെ TV ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഓടിക്കൊണ്ടിരിക്കുക. രാവിലെ തന്നെ ഉപ്പും മുളകാണ്, അത് സ്ഥിരമാണ്, അല്ലെങ്കിൽ ന്യൂസ്. അപ്പം ഞാൻ പെട്ടെന്ന് ചോറും ഇതെല്ലാം പാക്ക് ചെയ്യാനുള്ള പരിപാടി നോക്കുന്നതാണ്. എന്നാലും എൻ്റെ കറി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മീൻ കറിക്ക് ഒന്നും കൂടി കൊഴുപ്പില്ലെങ്കിൽ പച്ചവെള്ളം പോലെ ഇരിക്കൂലേ. അപ്പം വേഗം തന്നെ ഞാൻ ചോറെല്ലാം എടുത്ത് വെച്ച് അതിലിടക്ക് പാറു കുടിക്കാനുള്ള വെള്ളം കൊണ്ടുപോകണം. പാറു കുടിക്കാനുള്ള വെള്ളം എല്ലാം എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ചേട്ടൻ ചായയിലും കുടിച്ചു, അതൊന്നും ഞാൻ പിന്നെ എടുത്തിട്ടൊന്നുമില്ല. പിന്നെ പാറു എല്ലാം റെഡിയായി പെട്ടെന്ന് പുറത്തിറങ്ങി വന്നു. ഇന്ന് ഒരു 5-10 മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പം നേഷൻ വേഗം തന്നെ ഇറങ്ങി. അങ്ങനെ നേഷേട്ടൻ പോകുന്ന സമയത്ത് പാറുവിന് സ്കൂളിൽ ഇറക്കി കൊടുക്കുക ചെയ്യുക. ആ റൂട്ടിൽ തന്നെയാണ് പോകേണ്ടത്. അപ്പം അത്രയ്ക്കൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോക്കൊക്കെ ഇച്ചിരി ലെങ്ത്ത് കൂടുതലുണ്ട്, കുറക്കണം എന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഓക്കെ, ബൈ. അപ്പോൾ ഗൈസ് എല്ലാവരും പോയി. ഇനി കുറച്ച് പണികളെല്ലാം ചെയ്യാനുണ്ട്. പാത്രങ്ങളൊക്കെ കഴുകാനുള്ളതെല്ലാം കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഇത്തിരി എന്തോ ഉള്ളൂ. പിന്നെ പുട്ട് ഗോതമ്പിൻ്റെ ആയതുകൊണ്ട് ബാക്കി പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നേരിട്ട് തിന്നതിൻ്റെ ബാക്കി ഉണ്ട്. അപ്പം അത് എനിക്ക് കഴിക്കാം. ബാക്കിയൊക്കെ അടുത്ത് ഫ്രിഡ്ജിലോട്ടേക്ക് വെച്ചു. ഉച്ചക്ക് ഞാനിന്ന് ഗോതമ്പ് പുട്ട് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. ഗോതമ്പ് പുട്ട് നല്ല ചൂടോടെ കഴിക്കാനായിട്ട് ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, അലക്കിയത് വാഷിംഗ് മെഷീനിൽ, ഇന്നലെ വൈകുന്നേരം അലക്കിയത് വാഷിംഗ് മെഷീനിലുണ്ട്. അതെടുത്തിട്ട് മേലെ കൊണ്ടുപോയി ഇടണം. മഴേൻ്റെ ഒരു ലക്ഷണമൊക്കെ കാണുന്നുണ്ട്, നോക്കട്ടെ മേലെ കൊണ്ടുപോയി ഇടണോ വേണ്ടോ എന്നുള്ളത്. പിന്നെ അടിച്ചു കയറൽ അങ്ങനെയുള്ള പരിപാടികളല്ലേ ഉള്ളൂ. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഒരു മോർണിംഗ് റുട്ടീനായിട്ടുള്ളൊരു വീഡിയോ എടുത്തതാണ്. ഇപ്പോൾ സമയം 9:20 9 മണിയാകുമ്പോഴത്തേക്ക് ഇറങ്ങുന്നതാണ്. ഇച്ചിരി ഒന്ന് ലേറ്റായി, കുഴപ്പമില്ല. പിന്നെ ചോറും മീൻകറിയും മീൻ പൊരിച്ചതും ഉണ്ടാക്കിയത്. പിന്നെ ഗോതമ്പ് പുട്ടിന് മീൻകറി എടുത്തിട്ടുണ്ട്. പിന്നെ നാശിട്ട് നല്ല ഇന്ന് കട്ടനല്ലേ അടിച്ചത്, അപ്പോൾ കട്ടൻ ചായ ഇട്ടിട്ട് കട്ടൻ ചായേൻ്റെ കൂടെ നല്ല ചൂടോടെ തിന്നുവാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, എന്തെങ്കിലും ഒരു കമൻറ്റൊക്കെ ഇട്ടോ കേട്ടോ. അതൊരു സന്തോഷമല്ലേ നമുക്ക്. പിന്നെ ഷെയറൊന്നും ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, എന്നാലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ചെയ്ത് കൊടുത്താൽ വലിയ ഉപകാരം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.